നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. ബഹിരാകാശത്ത് നിന്നും സുനിത വില്യംസും സംഘവും തിരിച്ചെത്തിയതിൽ ഇന്ത്യയിലും ആഘോഷം. സുനിത വില്യംസിന്റെ ജന്മനാടായ ജുലാസൻ ഗ്രാമത്തിലാണ് ആഘോഷം. നിരവധി പേരാണ് സുനിതയുടെ മടങ്ങിവരവ് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചത്. ലോകമാകെ ഉറ്റുനോക്കിയ സുനിത വില്യംസിന്റെ ഭൂമിയിലേക്കുള്ള തിരിച്ചുവരവ് ജന്മനാടും ആഘോഷമാക്കുകയാണ്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുനിത വില്യംസിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു. ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം 3:27 സുനിത വില്യംസും സംഘവും ഭൂമിയിലെത്തിയത്. കുണ്ടന്നൂർ പള്ളിക്ക് സമീപം ബൈക്കും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ 2 പേർക്ക് പരിക്ക്. ചിറ്റാട്ടുകര സ്വദേശിക്കും അതിഥി തൊഴിലാളിക്കുമാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരി കുന്നംകുളം റോഡിൽ കുണ്ടന്നൂർ പള്ളിക്ക് സമീപം രാവിലെ 8:30 അപകടം. കുന്നംകുളം ഭാഗത്തുനിന്ന് വരികയായിരുന്ന ബൈക്കും പുറകിൽ വരികയായിരുന്ന ടോറസ് ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ നാട്ടുകാരും വടക്കാഞ്ചേരി ആക്ട്സ് പ്രവർത്തകരും ചേർന്ന് അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉപ്പുങ്ങലിലെ ഉപതോട് കയ്യേറി സ്വകാര്യ വ്യക്തി നടത്തുന്ന നിർമ്മാണ പ്രവൃത്തികൾ പൊളിച്ചു നീക്കാൻ ആവശ്യപ്പെട്ട് പുന്നേർകുളം പഞ്ചായത്ത് നോട്ടീസ് നൽകി. പുഞ്ചകൃഷി നടന്നുകൊണ്ടിരിക്കുന്ന പരൂർ പടവ് പാടശേഖരം ഉപ്പുങ്ങലിലെ ഉപതോട്ടിലാണ് അനധികൃത നിർമ്മാണം നടത്തിയിട്ടുള്ളത്. 15 ദിവസത്തിനകം ഇവിടത്തെ നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കി പഞ്ചായത്തിനെ അറിയിക്കണം. പാടശേഖരത്തിനോട് ചേർന്ന് പോകുന്ന ചെറുതോടാണ് കയ്യേറി നിർമ്മാണം നടത്തുന്നത്. പഞ്ചായത്ത് നടത്തിയ പരിശോധനയിൽ നിർമ്മാണ പ്രവൃത്തികൾ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഇത് പൊളിച്ചു നീക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. തോടിനോട് ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണുള്ളത്. ഉപ്പുങ്ങൽ സ്വദേശി അരിമ്പനയിൽ മുഹമ്മദ് കുട്ടിയുടെ പേരിലാണ് പഞ്ചായത്ത് നോട്ടീസ് നൽകിയത്. 100 അടി തോട്ടിൽ നിന്നും ഉൾത്തോടുകളിലേക്ക് വെള്ളമെത്തിക്കുന്ന തോട്ടിലാണ് കയ്യേറ്റം നടന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. 3 അടിയോളം വീതിയിൽ തോട്ടിലേക്ക് ഇറക്കിയാണ് ഇവിടെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. കോൺക്രീറ്റ് ചെയ്യാനായി ഇരുമ്പ് കമ്പികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവ 15 ദിവസത്തിനകം ഇപ്പോൾ ചെയ്തിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ പൊളിച്ചു നീക്കി പഞ്ചായത്തിനെ വിവരം അറിയിക്കണമെന്നും അല്ലാത്തപക്ഷം പഞ്ചായത്ത് പൊളിച്ചു നീക്കുമെന്നുമാണ് നോട്ടീസിൽ പറയുന്നത്. തോടിന് സമീപത്താണ് പഞ്ചായത്തിന്റെ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത്. കോൾകൃഷി വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി അടുത്തിടെ തോടിന്റെ ആഴം കൂട്ടുകയും സംരക്ഷണ ഭിത്തി കെട്ടുകയും ചെയ്തിരുന്നു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഏർപ്പെടുത്തിയ വർദ്ധിപ്പിച്ച തൊഴിൽ കരം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മാർച്ച് നടത്തിയത്. 100 കണക്കിന് വ്യാപാരികൾ യൂണിവേഴ്സിറ്റി കോളേജ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി സമാപിച്ചു. തുടർന്ന് നടന്ന സമരം സംസ്ഥാന പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ട്രഷറർ V ഗോപിനാഥ് അധ്യക്ഷനായി. ആൻസിലൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ലെനിൻ തൃശൂർ, മിൽട്ടൺ തലക്കോട്ടൂർ, EV ബൈജു, R രാധാകൃഷ്ണൻ, അബ്ദുൾ വാഹിദ്, പങ്കജവല്ലി എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബദർ ദിനത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മഹല്ല് കമ്മിറ്റിയുടെ ലഹരി വിമുക്ത ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി നടത്തിയ ക്യാമ്പയിൻ മഹല്ല് ഖത്തീബ് അത്തിഖ് റഹ്മാൻ ഭാഗവി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് അബ്ബാസ് കാരങ്ങൽ അധ്യക്ഷനായി. തൃശൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ PK സതീഷ് കുമാർ ക്ലാസ് എടുത്തു. വടക്കാഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ CP മധു, ത്വാഹ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് മുഹസിൻ ഹാഷിമി എന്നിവർ സംസാരിച്ചു. ഈ ലഹരിക്കെതിരെ നമ്മുടെ രാജ്യത്ത് ആദ്യമായി ശബ്ദമുയർത്തിയത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഒരിക്കൽ ലഹരി സംബന്ധമായ ഒരു വിഷയത്തിൽ ഇങ്ങനെ പറഞ്ഞു: ഒരേ ഒരു ദിവസത്തേക്ക്, വെറും 24 മണിക്കൂർ നേരത്തേക്ക് ഞാൻ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ആയാൽ ഞാൻ ആദ്യം ചെയ്യുക ലഹരി ഉണ്ടാക്കുന്ന, വിൽക്കുന്ന, സൂക്ഷിക്കുന്ന മുഴുവൻ കടകളും അടച്ചിടാനുള്ള ഉത്തരവിൽ ഞാൻ ആദ്യം ഒപ്പുവയ്ക്കുമെന്ന് ഗാന്ധിജി ഒരിക്കൽ ലഹരി സംബന്ധമായ ചരമം. വാഗ പൊടിയാട വേലായുധൻ ഭാര്യ സരോജിനി നിര്യാതയായി. 77 വയസ്സായിരുന്നു. സംസ്കാരം എളവള്ളി വാതക ശ്മശാനത്തിൽ നടന്നു. ചാലിശ്ശേരി അങ്ങാടിയിൽ പഴയ പള്ളിക്ക് സമീപം താമസിക്കുന്ന ചീരൻ ഉട്ടൂപ്പ് മകൻ ഷാജു നിര്യാതനായി. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് ചാലിശ്ശേരി സെന്റ് ഔഗിൻസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ഇതോടെ ന്യൂസ് അറ്റ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.